അപ്പോൾ നമുക്ക് ഇന്നൊരു ഗാർഡൻ ടൂർ ചെയ്താലോ? അപ്പം എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ നാട് ഇരിഞ്ഞാലക്കുടിയാണ്. നമ്മുടെ ഉണ്ണായി വാര്യരുടെയൊക്കെ നാടാണ്. അപ്പോൾ ഇന്നസെൻ്റ് അങ്കിളുടെയും അതുപോലെ ടോവിനോ ചേട്ടൻ്റെയൊക്കെ നാട്. അപ്പം എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിലെ എൻ്റെ ചെറിയ ഗാർഡനാണിത്. ഇത് പപ്പയും മമ്മിയും കൂടിയാണ് ഈ ഗാർഡൻ മുഴുവൻ നോക്കുന്നത്. കല്യാണത്തിന് മുന്നൊക്കെ ഇവിടെ കുറച്ചും കൂടെ ഇതുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ നന്നായി വൃത്തിയാക്കി കുറച്ചീശേ ഉള്ളൂ. പക്ഷേ ഒരുവിധം എല്ലാ പച്ചക്കറികളും അതുപോലെ കുറേ ഫ്ലവേഴ്സും പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് നിൽക്കുന്നത് മാവാണ് നിൽക്കുന്നത്. അപ്പം മാങ്ങ ഒരുപാട് ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടാവാറുണ്ട്. ഇത് വന്നിട്ട് എന്നാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തോ ഒരു ഇതുപോലെയാണ്. നിങ്ങൾ ആരെങ്കിലും അറിയാമെങ്കിൽ, എനിക്ക് അത്രയും ജ്ഞാനമില്ല ഇതിൽ. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇത് വന്നിട്ട് ചെത്തിപ്പൂവാണ്. ചെത്തി, പിന്നെ നമുക്ക് മണി പ്ലാന്റ് ഉണ്ട്, ഒരുപാട് മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ചെറിയ നമുക്ക് ഷെൽസ് കാണാൻ പറ്റുള്ളൂ, ചെറിയ കല്ലുകൾ, വെള്ളാരം കല്ലുകളുണ്ട്. അതിലാണ് പപ്പ ചെയ്യുന്നത്. പിന്നെ പപ്പ ശരിക്കും കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് റിട്ടയർഡ് ആയതാണ് ഓഫീസറായിട്ട്. അതുകൊണ്ട് തന്നെ കൃഷിയോട് കുറച്ച് താല്പര്യം കൂടുതലാണ്. അത് കുറച്ച് റിട്ടയർമെൻറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്ക് മണി പ്ലാന്റ് ഉണ്ട്, ഇപ്പം കണ്ടില്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ചെറിയ നല്ല ബുഷ് ചെടികൾ കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ചെത്തി വരുന്നുണ്ട്, അതുപോലെ തന്നെ കോളാമ്പി പൂവ് വരുന്നുണ്ട്. പിന്നെ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാരെങ്കിലും മനസ്സിലായി ഈ ചെടിയൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പപ്പയോട് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞു, നീ അതൊന്ന് ഗസ് ചെയ്ത് പറയാൻ പറഞ്ഞു. അത് കാരണം ഇതൊന്ന് കമൻറ്റ് ചെയ്യണം. ഈ ലെഫ്റ്റിൽ കാണുന്ന ആ ഒരു ലെഫ്റ്റിൽ കാണുന്നത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ അടുത്ത ഒരു ചെടിയുടെ നമ്മുടെ ഒരു ഏരിയ. ഇതിൽ ഒരുപാട് നല്ല ഓർണമെൻ്റൽ ഫ്ലവേഴ്സ് ഉണ്ട്, ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. ഇത് ഫുൾ ഇങ്ങനെ കെട്ടി ഒരു നടുമുറ്റമല്ല, ഇങ്ങനെ കെട്ടി ഇങ്ങനെ സെറ്റാക്കിയതാണ്. അപ്പം ഇവിടെ ആദ്യം വാഴയായിരുന്നു. അത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പം എന്നെ കെട്ടിച്ച് വിട്ടതിന് പകരമായിട്ട് ഒരു തെങ്ങ് വെച്ചു. ആ തെങ്ങ് കുഞ്ഞി തെങ്ങായിരുന്നു. ഇപ്പോൾ അത് ഇത്രയും വലുതായി വരുന്നേ ഉള്ളൂ. ഇത് നോക്കിക്കോ, ഇത് ചെറിയൊരു ബുഷ് പ്ലാന്റ് ആണ്. പ്ലാന്റ് ചെയ്താന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് വളരും. ഈ 10 മണിപ്പൂവൊക്കെ പോലത്തെ പ്ലാന്റ് ആണത്. പിന്നെ ഇത് വന്നിട്ട് നല്ല ആന്തൂറിയം അത് ഇതായി വരുന്നുണ്ട്, ആന്തൂറിയം. പിന്നെ ഇതും അതുപോലെ ഒരു ബുഷ് പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ഇതായിട്ട് വരും. പിന്നെ ഇത് ഇതും 10 മണിയാണ്. 10 മണി ഒരു വെറൈറ്റി 10 മണിയാണ്. പിന്നെ ഇതുപോലത്തെ കുറേ പ്ലാന്റ്സ് ഇതിനകത്ത് ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മളുടെ ഒരു ഗാർഡൻ എന്ന് പറയുന്നത്. നടുവിൽ നമുക്ക് തെങ്ങ് അത് വലുതായി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ റോഡിനോട് ചേർന്ന് തന്നെയാണ് നമ്മളുടെ വീട് വരുന്നത്, ഇരിഞ്ഞാലക്കുടയിൽ. അപ്പം അങ്ങനെ ഇതാണ് ഗ്രീൻ ഹൗസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മുന്നേ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. പക്ഷേ ഇടയിൽ പെയിൻറ്റ് അടിക്കേണ്ട ഒരു കാര്യം വന്നപ്പോൾ കുറേ ചെടികളൊക്കെ പപ്പ വെട്ടിക്കളഞ്ഞു. ഇപ്പം കുറച്ച് ചെടികളേ ഉള്ളൂ. ഇപ്പോൾ ഫുൾ ഇവിടെ വൃത്തിയാക്കിയിട്ടേക്കാം. ഇത് നമ്മുടെ ഫിഷ് ടാങ്ക്. ഇതിലിപ്പോൾ ഫിഷ് ടാങ്ക് എന്ന് പറഞ്ഞാലും അതിനകത്ത് ഫിഷൊന്നുമില്ല, അതവിടെ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ. ഇനി അത് സെറ്റാക്കണം ഫിഷിനെയൊക്കെ വെച്ചിട്ട്. പിന്നെ അപ്പോൾ ഇതാണ് ഒരു 360 വ്യൂ. ഞാൻ ജസ്റ്റ് കാണിക്കാനായിരുന്നു നമ്മുടെ ഇതിൻ്റെ. ഇത്രയാണ് നമുക്ക് സ്പേസ് ഉള്ളത്. അപ്പോൾ ഇവിടെയും കുറച്ച് നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. തുളസിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഓർണമെൻ്റൽ ഫ്ലവേഴ്സ്. എനിക്ക് എല്ലാത്തിനെയും പേര് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മൈലാഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ ചെത്തിപ്പൂവുണ്ട്. ചെത്തിയാണ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ശവന്നാറി എന്ന് പറയുന്ന ഒരു പൂവുണ്ട്, ശവന്നാറി. അതിനെ എനിക്ക് തോന്നുന്നു. പിന്നെ മാരിഗോൾഡ് വെച്ചിട്ടുണ്ട്. അതിനെ എനിക്ക് ഇംഗ്ലീഷിൽ എന്താ പറയാം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഇത് പൈനാപ്പിളൊക്കെ പോലെ ഇരിക്കുന്നു, പക്ഷെ പൈനാപ്പിൾ അല്ല. പിന്നെ ഇത് തന്നെ നമ്മളുടെ ചെത്തിപ്പൂ കൂടെ വെച്ചിട്ടുണ്ട്. ചെത്തിയല്ല, നമ്മളുടെ ഹിബിസ്കസ്, അതന്നെ ഹിബിസ്കസ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ശരിക്കും വീടിൻ്റെ സൈഡിൽ തൂക്കിയിട്ടതായിരുന്നു. പക്ഷേ പെയിൻ്റ് അടി നടന്നതുകൊണ്ട് ഇതെല്ലാം എടുത്ത് നമുക്ക് നമ്മളുടെ ഗ്രീൻ ഹൗസിലേക്ക് വെച്ചു. ഇത് ഒരു ചെറിയ മാവ് വെച്ചിട്ടുണ്ട്. മാവ് ഇപ്പോൾ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വരും. നമ്മൾ അങ്ങറ്റത്ത് ആത്തച്ചക്ക നിൽക്കുന്നുണ്ട്, പക്ഷേ ആത്തച്ചക്കയുടെ ചെറിയ ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതാണ് നമ്മുടെ പ്ലാവ്. ഈ പ്ലാവിൽ നിന്നാണ് ഓൾറെഡി ഞാനൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ചക്കയുടെ റെഡ് കളർ ചക്കയുടെ ഒരു ഷോട്ട്. അത് എല്ലാവരും ഒന്ന് കാണണം, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് തന്നെ
ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ റെഡ് ചക്ക എനിക്ക് കിട്ടിയതാണ്. ഇത് വേരിൽ വരെ ചക്ക വരുന്നതായിരുന്നു ഈ പ്ലാവ്. അപ്പം നല്ല സൂപ്പർ ചക്കയായിരുന്നു റെഡ് കളർ ചക്ക. അപ്പോൾ ചക്ക നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഇത് നമ്മളുടെ പാത്ത് വേ ആണ്, ബാക്ക് സൈഡാണ്, ബാക്ക് യാർഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ചെറിയൊരു ഓടിട്ടൊരു വീട് കാണാം, കുഞ്ഞി വീട്. ഇത് നമ്മുടെ കുറച്ച് കോഴിക്കുട്ടന്മാരുടെ വീടാണ്. അപ്പോൾ ഈ അടുത്ത ദിവസമാണ് ഈ കോഴികളെ വാങ്ങിച്ചത്. അപ്പോൾ കൂട് രണ്ട് മാസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ കോഴികളെ വാങ്ങിച്ചത് കുഞ്ഞി കോഴികളാണ്. അവരെ ആര് പിടിച്ചാലും ആ കോഴികൾ അവിടെ തന്നെ നിൽക്കും. ഭയങ്കര ഇഷ്ടമാണ്, എവിടെയും പോകുമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് പേടി കൂടുതലാണ്, കാരണം അവർ പുറം ലോകം കണ്ടിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കോഴികളെ പപ്പയും മമ്മിയും കൂടിയാണ് നോക്കണത്. പക്ഷേ നമുക്ക് ഒരു പ്രശ്നം, ഇപ്പോൾ ഈ സൈഡിലേക്ക് നിന്നപ്പോൾ ഞാൻ മൂക്ക് പൊത്തിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. കാരണം നല്ല